Hello students, welcome back to Bosco Campus Vision. In the last session we discussed about electronic cash payment system. So now we are moving on to two important topics related with the electronic payment systems. That is payment gateway and the risk in e-payment system. So in this session we will look into the meaning, process of payment gateway and the various risks involved in the e-payment systems. So a payment gateway is a technology used by merchants to accept the debit or credit card payments from customers. It is a server which is placed between the merchant's web server and the acquiring bank server. So basically കസ്റ്റമേഴ്സിൽ നിന്നും ഓൺലൈൻ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. സോ മെർച്ചൻസിൻ്റെ വെബ് സെർവറിൻ്റെയും മർച്ചൻറ്റിൻ്റെ ബാങ്കായ അക്വേറ ബാങ്കിൻ്റെ സെർവറിൻ്റെയും ഇടയിലാണ് ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. സോ ഓൺലൈൻ പേയ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ റീചാർജ് ആവാം, ബിൽ പേയ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് ആവാം, എന്തുമായിക്കോട്ടെ. നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യും. സോ അതിനുശേഷം പ്ലീസ് വെയിറ്റ് ദ ട്രാൻസാക്ഷൻ ഇസ് പ്രോസസ്സിംഗ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഓപ്ഷൻ അല്ല, അങ്ങനെ ഒരു ഹോം പേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിനുശേഷം ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും പ്ലീസ് വെയിറ്റ് യുവർ ട്രാൻസാക്ഷൻ ഇസ് പ്രോസസ്സിംഗ് എന്നുള്ളൊരു പേജ് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം വിതിൻ 5 സെക്കൻഡ്സ് നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയെന്നുള്ളൊരു ഡിസ്പ്ലേ നമുക്ക് വരും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫോൺ നമ്പേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി എമൗണ്ട് ഡിഡക്റ്റ് ആയേണ്ട ഒരു മെസ്സേജും നമുക്ക് വരും. സോ പ്രൊസീഡ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് തുടങ്ങി ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആകുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ് നടത്തുന്നത്. സോ ഒരു മെർച്ചൻറ്റിൻ്റെ വെബ് സെർവറിൻ്റെയും അക്വേറ ബാങ്കിൻ്റെ സെർവറിൻ്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സെർവർ ടെക്നോളജിയാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. പേയ്പാൽ, സ്ട്രൈപ്പ്, ചെക്കൗട്ട്, അപ്ലൈ പേ, പേടിഎം, സെക്യൂർ പേ ആർ ദ മോസ്റ്റ് കോമൺ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് യൂസ്ഡ് ഇൻ ഇന്ത്യ. സോ ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന പേയ്മെൻറ്റ് ഗേറ്റ്വേസ് എന്ന് പറയുന്നത്. സോ മെർച്ചൻസിന് അവരുടേതായ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് സെലക്ട് ചെയ്യാം. ഓരോ ട്രാൻസാക്ഷനും ഒരു സ്മോൾ പെർസെൻറ്റേജ് കമ്മീഷൻ റെൻഡർ ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് അവരുടെ സർവീസ് അവൈൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബേസിക് മീനിങ് ഓഫ് എ പേയ്മെൻറ്റ് ഗേറ്റ്വേ. Next we will look into the transaction process that takes place through a payment gateway. When an order is placed with a merchant, it is forwarded to the payment gateway server by the merchant server. സോ ഒരു ഓർഡർ പ്ലേസ് ആയി കഴിയുമ്പോൾ ആ മെർച്ചൻറ്റ് ആ ഡീറ്റെയിൽസ് എല്ലാം പേയ്മെൻറ്റ് ഗേറ്റ്വേ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദ പേയ്മെൻറ്റ് ഗേറ്റ്വേ സെർവർ പെർഫോംസ് ഓൾ ദ ടാസ്ക് സച്ച് ആസ് ഇൻ്റഗ്രേറ്റിംഗ് മെർച്ചൻറ്റ് ഷോപ്പിംഗ് കാർഡ് വിത്ത് ബില്ലിംഗ് സിസ്റ്റം, ഓർഡർ അപ്രൂവൽ, ഷിപ്പിംഗ് ഡീറ്റെയിൽസ് എക്സെട്ര. സോ കസ്റ്റമർ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും മെർച്ചൻറ്റിൻ്റെ ഷോപ്പിംഗ് കാർഡ്സുമായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇറ്റ് ഫോർവേഡ്സ് ദ ക്രെഡിറ്റ് കാർഡ് ഇൻഫോർമേഷൻ ടു ദ അക്വയറർ ആൻഡ് ഗെറ്റ് ബാക്ക് ദ റിസൾട്ട് ഓഫ് ദ ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ഓത്തറൈസേഷൻ. അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേ ആ ക്രെഡിറ്റ് കാർഡ് ഇൻഫോർമേഷൻസ് മെർച്ചൻറ്റിൻ്റെ അക്വേറ ബാങ്കിന് ഫോർവേഡ് ചെയ്യും. അക്വേറ ബാങ്ക് ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓത്തറൈസേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് തിരിച്ച് ഫോർവേഡ് ചെയ്യും. It then collects credit card payments and remits them to the merchant's bank account periodically. സോ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അക്വേറർ ബാങ്കിൽ നിന്നും ആ പർട്ടിക്കുലർ എമൗണ്ട് കളക്ട് ചെയ്ത് മെർച്ചൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇറ്റ് ഓൾസോ ചെക്സ് കസ്റ്റമർ ക്രെഡൻഷ്യൽസ്, അഡ്രസ് വെരിഫിക്കേഷൻസ് ആൻഡ് ഫ്രോഡ് പ്രിവെൻഷൻ ആസ് ആൻ അഡീഷണൽ സർവീസ്. സോ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, അഡ്രസ്സ് വെരിഫൈ ചെയ്യുക, ഫ്രോഡ്സ് പ്രിവെൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള അഡീഷണൽ സർവീസസും പേയ്മെൻറ്റ് ഗേറ്റ്വേസ് പ്രൊവൈഡ് ചെയ്യും. സോ ഒരു കസ്റ്റമറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പ്രൊസീഡ് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആകുന്നത് വരെ ആ 5 to 10 സെക്കൻഡ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. സോ ദിസ് ഈസ് ദ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ത്രൂ എ പേയ്മെൻറ്റ് ഗേറ്റ്വേ. Next we have the various risks involved in e-payment systems. In any payment transaction, there will be a time lag between the time payment instructions are issued and the final settlement of these claims. This time lag exposes the entire system to various risks. സോ എല്ലാ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസിലും, അതായത് ഒരു പേയ്മെൻറ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അത് സെറ്റിൽ ചെയ്യുന്നത് വരെ ഒരു ടൈം സ്പേസ് ഉണ്ടാവും. സോ ഈ ടൈം ലാഗ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റിസ്ക് ഒക്കർ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സം സോർട്ട് ഓഫ് സച്ച് റിസ്ക് ദാറ്റ് ഒക്കർ ഡ്യൂ ടു ദീസ് ടൈം ലാഗ്സ്. And the first one is settlement risk. It is the risk that the settlement in a payment system will not take place as expected.
This risk affects the vendor involved in the transaction. സോ പ്രതീക്ഷിച്ചതുപോലെ ഉള്ള ഒരു സെറ്റിൽമെൻറ്റ് അല്ല ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ നടന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സെറ്റിൽമെൻറ്റ് റിസ്ക് എന്ന്. സോ അത് ബയറിൻ്റെ സൈഡിൽ നിന്നോ സെല്ലറിൻ്റെ സൈഡിൽ നിന്നോ ഉണ്ടായ എന്തെങ്കിലും കാരണത്താലാകാം പ്രതീക്ഷിച്ചതുപോലെ സെറ്റിൽമെൻറ്റ് നടക്കാഞ്ഞത്. പക്ഷേ സെറ്റിൽമെൻറ്റ് റിസ്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് വെൻഡേഴ്സിനെയാണ് അല്ലെങ്കിൽ സെല്ലേഴ്സിനെയാണ്. ബിക്കോസ് ഇവിടുത്തെ ബെനിഫിഷ്യൽ പാർട്ടി, അതായത് കാശ് കിട്ടേണ്ട വ്യക്തി വെൻഡറാണ്. സോ പ്രതീക്ഷിച്ച പോലെ ലഭിച്ചില്ലെങ്കിൽ അവിടുത്തെ ലൂസർ അല്ലെങ്കിൽ റിസ്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് വെൻഡർ തന്നെയായിരിക്കും. നെക്സ്റ്റ് ഇസ് ക്രെഡിറ്റ് റിസ്ക്. ഇറ്റ് ഈസ് ദ റിസ്ക് ദാറ്റ് എ കൗണ്ടർ പാർട്ടി വിൽ നോട്ട് സെറ്റിൽ ആൻ ഒബ്ലിഗേഷൻ ഫോർ ഫുൾ വാല്യൂ ഐദർ വെൻ ഡ്യൂ ഓർ അറ്റ് എനി ടൈം ദെയർ ആഫ്റ്റർ. The payer enters into a transaction with the intention of paying. However, due to insolvency or liquidity problems, the payment is not made and the payee loses all or part of the amount. സോ എമൗണ്ട് ഡ്യൂ ആവുന്ന ടൈമിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ അടയ്ക്കാതിരിക്കുമ്പോഴാണ് ക്രെഡിറ്റ് റിസ്ക് ഉണ്ടാകുന്നത്. ഇവിടെ പൈസ അടയ്ക്കാം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ തന്നെയാണ് ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നത്. പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന എന്തെങ്കിലും ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം പൈസ അടയ്ക്കാൻ പറ്റില്ല എന്ന് വരാം. സോ അത്തരത്തിലുണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഓപ്പറേഷണൽ റിസ്ക്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിസ്ക് ഓഫ് ലോസ് റിസൾട്ടിംഗ് ഫ്രം ഇൻഅഡിക്വേറ്റ് ഓർ ഫെയിൽഡ് ഇന്റേണൽ പ്രോസസ്സസ്, പീപ്പിൾ and systems or from external events. It involves factors such as technical malfunctions, human errors, etc. സോ നമുക്കറിയാം ഈ പേയ്മെൻറ്റ് സിസ്റ്റംസ് എല്ലാം ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റംസ് ആണ്, അതുകൊണ്ട് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ് ആണ്. സോ സിസ്റ്റം ഫെയിലിയേഴ്സും മാൽഫങ്ഷൻസും ഒക്കെ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഒരു പേയ്മെൻറ്റ് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സിസ്റ്റം ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഫെയിലിയർ വരികയോ അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഇൻഫോർമേഷൻ തെറ്റിപ്പോവുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റെപ്യൂട്ടേഷണൽ റിസ്ക്. ഇറ്റ് ഈസ് ദ റിസ്ക് ഓഫ് സിഗ്നിഫിക്കൻറ്റ് നെഗറ്റീവ് പബ്ലിക് ഒപ്പീനിയൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ എ ക്രിട്ടിക്കൽ ലോസ് ഓഫ് ഫണ്ടിങ് ഓഫ് കസ്റ്റമേഴ്സ്. An example is unwanted publicity from a cyber attack on an e-commerce site, thus affecting the confidence of users of the online business. സോ നെഗറ്റീവ് പബ്ലിക് ഒപ്പീനിയൻ മൂലം ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ ലോസ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷനിൽ ഉണ്ടാകുന്ന ഇടിവിനെയാണ് നമ്മൾ റെപ്യൂട്ടേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ന്യൂസ് വരികയാണ്, ഒരു ഇ കൊമേഴ്സ് സൈറ്റിന് നേരെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാവുകയാണ്, ആ സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു, ഇൻഫോർമേഷൻസ് എല്ലാം ലൂസായി. സോ അത്തരത്തിലുള്ളൊരു ന്യൂസ് മൊത്തത്തിലാണ് എഫക്റ്റ് ചെയ്യുക. ഒരു ഇ കൊമേഴ്സ് സൈറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നം മൊത്തം ഇ കൊമേഴ്സ് എന്ന പ്ലാറ്റ്ഫോമിനെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഓൺലൈൻ ബിസിനസ്സസ് യൂസ് ചെയ്യാനുള്ള കസ്റ്റമേഴ്സിൻ്റെ കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്. സോ സച്ച് ടൈപ്പ് ഓഫ് എ റിസ്ക് ഇസ് ടേംഡ് ആസ് റെപ്യൂട്ടേഷണൽ റിസ്ക്. And the last one is security risk. It is usually included as part of operational risk, relates to intentional acts such as fraud, where a payment transaction is initiated or altered in an attempt to misdirect or misappropriate funds. സോ ഓപ്പറേഷണൽ റിസ്കിൻ്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് പറയാവുന്ന റിസ്ക്കാണ് സെക്യൂരിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഹാക്കിങ്ങും ലൂട്ടിങ്ങും ഒക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി റിസ്കിൻ്റെ താഴെ വരുന്നത്. ഫ്രോഡ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഓൾട്ടർ ചെയ്യാനോ മിസ്ഡയറക്റ്റ് ചെയ്യാനോ നോക്കുന്നതിനാണ് നമ്മൾ സെക്യൂരിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഒരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസിൽ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സെക്യൂരിറ്റിയും പ്രൈവസിയാണ്. സോ ഏറ്റവും കൂടുതൽ കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതും ഈ ഒരു ടൈപ്പ് ഓഫ് റിസ്ക് തന്നെയാണ്. So settlement risk, credit risk, operational risk, reputational risk and security risk are the 5 types of risk that is involved in an electronic payment system. So in this session we discussed about the meaning and the transaction process through a payment gateway and the various risks involved in an e-payment system. Hope all are clear with the topic. Thank you.